ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കുട്ടികാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സേമിയയും ഏത്തപ്പഴവും ഉപയോഗിച്ച് നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ ഇപ്പോൾ ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അല്പം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സും ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിവിടെ ഇപ്പോൾ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ ഡാർക്ക് ആകേണ്ട ആവശ്യമില്ല. ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഒരു ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം വേണം നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. ഈ ഏത്തപ്പഴം വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഏത്തപ്പഴം കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഏത്തപ്പഴം പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാളികേരം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ 1/4 കപ്പ് അളവിലാണ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാകും. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. 1 കപ്പ് സേമിയയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ വറുക്കാത്ത സേമിയയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. വറുത്ത സേമിയയാണെങ്കിലും നെയ്യിൽ ഒരു 2 മിനിറ്റ് നേരം വറുത്തിട്ടെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇവിടെ സേമിയ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ വറുത്ത സേമിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം കടായിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് പാലെടുത്താൽ മതിയാകും. ഇനി ഈ പാൽ നല്ലതുപോലെ തിളച്ച് വരണം. പാലിപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് സേമിയ ഒന്ന് വെന്ത് വരണം. നമുക്കിവിടെ പാൽ തന്നെ വേണമെന്നില്ല. പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സേമിയ പാലിൽ വെന്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാൽ വറ്റി സേമിയ വെന്ത് വരണം. ആ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. സേമിയ ഓവറായിട്ട് വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ പാലെല്ലാം വറ്റി സേമിയ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. സേമിയ ഈ ഒരു പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആ ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. പാൽ മുഴുവനും വറ്റിയതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ലൂസായിട്ട് വരും. കുറച്ചു നേരം നമ്മളിത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുമ്പോൾ ആ പഞ്ചസാര മുഴുവനും സേമിയയിൽ പിടിച്ചു വരും. ഇതുപോലെ ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നാളികേര മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ്, ബദാം, ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പലഹാരത്തിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കയാണ് നമ്മളിവിടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്